അഹ്ലുസുന്ന വിശ്വാസവും വ്യതിയാനവും എന്ന ആദർശ പാഠശാലയിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണ് എന്ന് നാം വിശദീകരിക്കുന്നത് പോലെ തന്നെ അതിനെതിരായി വരുന്ന വ്യതിയാനങ്ങളെ സംബന്ധിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. മഹാനായ ഇമാം ബർബഹാരി അദ്ദേഹത്തിൻ്റെ ശറഹുസുന്നയിൽ പറഞ്ഞൊരു വാചകം, വറജുലുൻ ആനഖൽ ഹഖ വഖാലഫ മൻ കാന ഖബ്ലഹു മിനൽ മുത്തഖീൻ ഫഹുവ ളാല്ലും മുളിൽ. ഒരാൾ യഥാർത്ഥ ഹക്ക് അഥവാ വിശുദ്ധമായ വഹയിന് എതിരായ സംഗതികൾ, ഹക്കിനെതിരായ കാര്യങ്ങൾ അതവലംബിക്കുന്നു എന്ന് മാത്രമല്ല, വഖാലഫ മൻ കാന ഖബ്ലഹു മിനൽ മുത്തഖീൻ, തഖ്വയിൽ ജീവിച്ച, തഖ്വ അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആധാരമായി സ്വീകരിച്ച സ്വഹാബത്തിൻ്റെ മുൻഗാമികളുടെ മാർഗം വിട്ടുകൊണ്ടതിനെതിരായി പ്രവർത്തിച്ചാൽ ഫഹുവ ളാല്ലും മുളിൽ ശൈത്വാനും മരീദ് ഫി ഹാദിഹിൽ ഉമ്മ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ പ്രവാചകന്റെ ഈ ഉമ്മത്തിലെ നികൃഷ്ടനാണ്, പിശാചാണ്. സത്യത്തിനെതിരായി, മുൻഗാമികളുടെ മാർഗത്തിനെതിരായി പ്രവർത്തിക്കുന്നവൻ ളാല്ലാണ്, മുളില്ലാണ്, വഴിപിഴച്ചവനും വഴിപിഴപ്പിക്കുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ ഹഖീഖുൻ അലാ മൻ യഅരിഫുഹു അൻ യുഹദ്ദിറ അന്നാസ മിൻഹു വയുബയ്യിന ലഹും ഖിസ്സതഹു ലിഅല്ലാ യഖഅ ഫീ ബിദ്അതിഹി അഹദുൻ ഫയഹ്ലക്. അത്തരം ആളുകളെ സംബന്ധിച്ച്, അഥവാ സത്യത്തിനെതിരായ, ഹക്കിനെതിരായ വഴികൾ സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും അവരിൽ നിന്ന് ജനങ്ങൾക്ക് താക്കീത് നൽകുകയും ഈ പിഴച്ച കക്ഷികൾ എന്താണ് അവരുടെ യഥാർത്ഥ കഥ, എന്താണ് അവരിലുള്ള വ്യതിയാനം എന്ന് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യണം. എന്തിനു വേണ്ടി? മറ്റുള്ള ആളുകൾ, അറിവില്ലാത്ത ആളുകൾ ഇത്തരം സംഗതികളിൽ പെട്ടുപോകാതിരിക്കാൻ, അങ്ങനെ അവർ നശിച്ചു പോകാതിരിക്കാൻ ഇത്തരമൊരു വഴി നാം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് മുൻഗാമികൾ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നയുടെ വിശ്വാസവും അഹ്ലുസുന്നയുടെ കർമ്മമണ്ഡലങ്ങളും സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിനെതിരായി വരുന്ന കക്ഷികൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, അവരിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ, അവരുടെ ഉത്ഭവം, അവരുടെ ചരിത്രം, ഇത് മുഴുവനും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് മുമ്പ് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ അദർശേരി വളരെ വിശദമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിനു ശേഷം രൂപപ്പെട്ടു വന്ന ശഈ വിശ്വാസത്തിൻ്റെ ഉപദ്രവങ്ങളെ സംബന്ധിച്ച് വ്യക്തമാക്കി. ഇവിടെ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മുസ്ലിം ഉമ്മത്ത് അഥവാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് അടിസ്ഥാനപരമായി അവരുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണമായി അള്ളാഹു ഏർപ്പെടുത്തിയ ഒരു സംഗതിയാണ് വ്യത്യസ്ത കക്ഷികൾ ഈ ഉമ്മത്തിൽ ഉണ്ടാകും എന്നുള്ളത്. ലോകാവസാനം വരെ വരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അള്ളാഹു ഏർപ്പെടുത്തിയ ഒരു പരീക്ഷണമാണത്. ഏതൊരു കാലഘട്ടത്തിലും ജീവിക്കുന്ന ഒരു സമൂഹം കൃത്യമായി വഹയിനെ അവലംബിച്ചുകൊണ്ട് തന്നെ, വഹയിനെ പിൻപറ്റിക്കൊണ്ട് തന്നെ സത്യത്തെ കണ്ടെത്തുക, ഹക്കിനെ കണ്ടെത്തുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. കാരണം ലോകത്ത് ഏതൊരു പ്രവാചക സമൂഹവും
നേരിട്ട ഒരു പ്രതിസന്ധി ഏതൊരു പ്രവാചകനും കടന്നു വന്നു പോയാൽ പിന്നെ വരുന്ന സമൂഹം, ആ പ്രവാചകന്റെ അണികൾ, അനുയായികൾ നേരിട്ട പ്രതിസന്ധി എന്ത് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, പൗരോഹിത്യ മതം രൂപപ്പെടും അവിടെ എന്നുള്ളതാണ്. വഹയിലൂടെ ഏറ്റവും സുന്ദരമായ നേരിൻ്റെ ആദർശത്തെ പ്രവാചകന്മാർ സമൂഹത്തിന് കൈമാറി അവർ മടങ്ങിപ്പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ പുരോഹിതന്മാർ കടന്നു വന്നുകൊണ്ട് പുതിയ മതം നിർമ്മിക്കും അവർ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാ എന്ന് യഹൂദ നസ്വറാക്കളെ സംബന്ധിച്ച് ഖുർആൻ വിശദീകരിച്ചത്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാ, അവർ അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കി എന്ന ആയത്ത് അവതരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബ പ്രവാചകനോട് ചോദിക്കുന്ന, നബിയെ, ഞങ്ങളാരും ഞങ്ങളുടെ പണ്ഡിത പുരോഹിതന്മാരെ ആരാധിക്കാറില്ലല്ലോ, പിന്നെന്താണ് അള്ളാഹു യഹൂദ നസ്രാക്കൾ അവരവരുടെ പണ്ഡിത പുരോഹിതന്മാരെ റബ്ബുകളാക്കി എന്ന് ഖുർആൻ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ ആ ചോദ്യം ഉന്നയിച്ച അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു ചോദിച്ചത്, അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം നിങ്ങളുടെ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു പണ്ഡിതനോ പുരോഹിതനോ ഹലാലാക്കിയാൽ നിങ്ങളത് അംഗീകരിക്കുമായിരുന്നോ? അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് അംഗീകരിക്കും. അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം പണ്ഡിത പുരോഹിതന്മാർ സുനഹദോസു കൂടി ഹറാമാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കുമായിരുന്നോ? അദീ ഇബ്നു ഹാത്തിം പറഞ്ഞു, ഞങ്ങൾ അത് ചെയ്യുമായിരുന്നു. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഫതിൽക ഇബാദത്തുഹും, ഇതാണ് അവർക്കുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ പഠിപ്പിച്ചു പോയ ഹലാല് ഹറാമുകളെ പിന്നീട് പണ്ഡിത പുരോഹിതന്മാർ കടന്നു വന്നുകൊണ്ട് മാറ്റിമറിക്കുക, പുതിയ മതം നിർമ്മിക്കുക, അതാണ് പുരോഹിത മതം. ഇത് ഇന്നലകളിൽ സംഭവിച്ചതാണ് എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലും ഇത്തരം പുരോഹിത മതങ്ങൾ ഉണ്ടാകും. ആ പുരോഹിത മതങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് തെളിവ് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ, ഞാൻ ആ ഇബാറത്തൊന്നും വായിക്കുന്നില്ല, നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാ അദ്ദേഹം തന്നെ പറയുന്നത് കാണാൻ കഴിയും. ഇതിനൊരുപാട് ഉദാഹരണങ്ങൾ കാണാം, ഈ ഉമ്മത്തിലും കാണാം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുറേ അനുഭവങ്ങൾ തന്നെ എഴുതി വെക്കുകയാണ്. നമുക്കിടയിൽ തന്നെ ചില ശൈഖന്മാർ വിവരമില്ലാത്ത ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വരികയും അവർ തരീഖത്തിൻ്റെ വാദഗതികൾ ഉന്നയിക്കുക, ഞങ്ങൾ തരീഖത്തിൻ്റെ ആളുകളാണ്, കശ്ഫിൻ്റെ ആളുകളാണ് എന്നൊക്കെ പറയുകയും എന്നിട്ട് ജാഹിലുകളായ ആളുകളെ കൊണ്ട് സുജൂദ് ചെയ്യിക്കുക പോലും ചെയ്യുമായിരുന്നു. എന്ന് മാത്രമല്ല, ഈ മുരീദുമാരോട് ഷെയ്ഖുമാർ പറയുന്നത്, നിങ്ങൾ ഞങ്ങളുടെ ദാസന്മാരാണ്, എന്തു പറഞ്ഞാലും അനുസരിക്കണം. ഇത് കേൾക്കുമ്പോൾ ഈ തരീഖത്തിൻ്റെ ആളുകൾ ഈ ഷെയ്ഖിൻ്റെ കൽപ്പനകളെ അങ്ങനെ തന്നെ സ്വീകരിക്കുന്ന ഒരു പ്രവണത നമുക്കിന്നും കാണാൻ കഴിയും. ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്ന സംഗതിയാണത് എന്ന് ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ തന്നെ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അപ്പോൾ തരീഖത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ആ ആയത്തിൻ്റെ തഫ്സീറിൽ തന്നെ അദ്ദേഹം തൻ്റെ ഉസ്താദിനുണ്ടായ ഒരു അനുഭവം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഫിഖ്ഹി രംഗങ്ങളിൽ, കർമ്മശാസ്ത്ര മേഖലകളിലും ഇതുപോലെ തന്നെയാണ് ആളുകൾ. കർമ്മശാസ്ത്ര മേഖലകളിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉസ്താദിനുണ്ടായ, ഷെയ്ഖിനുണ്ടായ ഒരു അനുഭവം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയത്. എൻ്റെ ഉസ്താദ് പറയുകയാണ്, അദ്ദേഹം ഒരു സംഘം ആളുകളെ കണ്ടു. അവർ മുസ്ലിങ്ങളാണ്, പക്ഷെ അവരുടെ അമലുകൾ മുഴുവനും ഖുർആനെതിരാണ്, ഖുർആൻ്റെ ആയത്തുകൾക്കെതിരാണ്. അപ്പോൾ എൻ്റെ ഉസ്താദ് ഷെയ്ഖ് അവരുടെ ഇടയിൽ ചെന്നിട്ട് അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവർ ഓതിക്കൊടുത്തു. അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ കൊണ്ടു നടക്കുന്ന അമാലുകൾക്കെതിരായിട്ട് ആയത്തുകൾ ഓതിക്കൊടുത്തപ്പോൾ ആ സമൂഹം അള്ളാഹിൻ്റെ ഖുർആൻ സ്വീകരിക്കുകയല്ല ചെയ്തത്. മുസ്ലിങ്ങളായവർ ഖുർആൻ സ്വീകരിക്കുകയല്ല ചെയ്തത്, നേരെ മറിച്ച് ഫനദറു ഇലയ്യ, എന്നിലേക്ക് അവർ നോക്കിയത് ഒരു അത്ഭുത ജീവിയെ നോക്കുന്നത് പോലെയാണ്. ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഇയാൾ പറയുന്നത് പോലെയാണ് ഈ ആയത്തെങ്കിൽ നമ്മുടെ പണ്ഡിതന്മാർ, നമുക്കിടയിലുള്ള ഉസ്താദുമാർ അതറിയാതെ പോകുമോ, അവർ നമ്മോടത് പറയാതെ പോകുമോ? ഈ രൂപത്തിലാണ് എൻ്റെ ഉസ്താദിനെ ആ നാട്ടുകാർ നോക്കിയത്. എന്നിട്ട് റാസിമാൻ പറയുന്നത് കാണാൻ കഴിയും, സശ്രദ്ധം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഈ രോഗം ഇന്ന് ജനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും ബാധിച്ചത് നമുക്ക് കാണാൻ സാധിക്കും എന്ന്.
അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് വ്യതിയാനം എവിടെ നിന്നാണ് കടന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ വഹയിൻ്റെ ശബ്ദത്തിൽ നിന്ന് മാറി, അതിൻ്റെ താല്പര്യങ്ങളിൽ നിന്ന് മാറി പണ്ഡിത പുരോഹിത മതങ്ങളിലേക്ക് അല്ലെങ്കിൽ പുരോഹിത മതങ്ങളിലേക്ക് ആളുകൾ മാറിപ്പോകുന്ന ദുരന്തമുണ്ടാവും. ഇതിനെതിരെ പ്രതികരിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക ലോകത്തെ ബാധ്യത, മുസ്ലിം ഉമ്മത്തിൻ്റെ ബാധ്യത. ഇതിനെതിരെ പ്രതിരോധിച്ച് നിൽക്കുന്നൊരു സംഘത്തിൻ്റെ പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ളത്. നമുക്കറിയാം, മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാലഘട്ടത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ജൂതനായിരുന്ന അബ്ദുല്ലാഹിബ്നു സബഇ എന്ന മുസ്ലിമായി അഭിനയിച്ച് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ രംഗപ്രവേശം ചെയ്ത ആള് വസിയുവാദവുമായി രംഗത്ത് വരുന്നത്. അയാൾക്ക് വസിയുവാദം കിട്ടുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മുൻകാല മതം അദ്ദേഹം സ്വീകരിച്ച ജൂതമതത്തിൽ നിന്നാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വസിയായിരുന്നു യൂശഅ ഇബ്നു നൂൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ യൂശഅ മൂസാ നബിയുടെ വസിയായതുപോലെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വസിയായി സുലൈമാൻ നബി അലൈഹി സ്വലാം ഉണ്ടായതുപോലെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൻ്റെ വസിയാണ് അലി ഇബ്നു അബി ത്വാലിബ് എന്ന് വാദിച്ച് അബ്ദുല്ലാഹിബ്നു സബഇ രംഗത്ത് വന്ന ഘട്ടം ഇത് കേട്ട മാത്രയിൽ മഹദി ആയിഷ ബീവിയാണ് ഒന്നാമതായി ഇതിനെതിരെ രംഗത്ത് വന്നത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇത്തരമൊരു വാദഗതി ആ നാട്ടിൽ പരക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരോട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാറിൽ കിടന്നിട്ടാണ് മരിക്കുന്നത്, എൻ്റെ മടിയിൽ ചാരിയിരുന്നിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് ഈ ലോകത്ത് നിന്ന് വേർപെടുന്നത്. മരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൽപ്പം വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ ഒരു തോൽപാത്രത്തിൽ പ്രവാചകൻ്റെ അടുക്കലേക്ക് വെള്ളം കൊണ്ടുവന്ന് നൽകിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വെള്ളപ്പാത്രത്തിൽ കൈയിട്ട് മുഖം തുടച്ചുകൊണ്ട് നനച്ചുകൊണ്ട് എൻ്റെ മാറിലാണ് ചാഞ്ഞു കിടന്നത്. ആ കിടത്തത്തിനിടയിൽ ഫമാ ശഅർതു അന്നഹു ഖദ് മാത്, അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴാണ് ആ കിടപ്പിനിടയിൽ മരണപ്പെട്ടത് എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മാറിൽ കിടന്ന ആ കിടത്തത്തിൽ പ്രവാചകൻ മരിച്ച വിവരം അള്ളാഹുവിൻ്റെ റസൂൽ ഇതാ മരിച്ചിരിക്കുന്നു എന്ന് തന്നെയും ഞാൻ അറിയുന്നത് നബിയുടെ മരണത്തിന് ശേഷമാണ്. അതിനിടയിൽ പ്രവാചകൻ പറഞ്ഞ വാക്കുകളെ മുഴുവനും സശ്രദ്ധം കേൾക്കുകയും പ്രവാചകന്റെ കണ്ണിമ വെട്ടുന്നത് പോലും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്ത ആളാണ് ഞാൻ. ഞാൻ അറിയാതെ മത്ത ഔസ ഇലൈ, എപ്പോഴാണ് നബി ഇങ്ങനൊരു വസിയത്ത് നൽകിയത്? അപ്പോൾ ഇതൊരു വ്യാജ പ്രചരണമാണ് എന്ന് വാദിച്ച് ആദ്യമായി കടന്നു വന്നത് തന്നെ മഹദി ആയിഷ ബീവിയാണ്. അവിടെ മുതൽ ആ ശിയായിസത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ സ്വഹാബത്തിൻ്റെ ലോകം, അവിടെ നിന്ന് താബികളുടെ ലോകം, തബഉ താബികളുടെ ലോകം ഈ കാലഘട്ടത്തിലൊക്കെ നടന്നുവെങ്കിലും നമുക്കറിയാം അതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് സത്യമതത്തിൻ്റെ തനതായ ആദർശങ്ങളെ മുഴുവനും മായ്ച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ട് ശിയായിസം ലോകത്ത് പ്രചരിച്ചു, മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിച്ചു. നമ്മുടെ വീടുകളിലടക്കം കയറി വന്നു, മലയാളത്തിലടക്കം. നമുക്കറിയാം നമ്മുടെ വല്ലുമ്മമാരൊക്കെ ഒരു കാലഘട്ടത്തിൽ പാടി നടന്നിരുന്ന പല പാട്ടുകൾ, ഇപ്പോൾ കുപ്പിപ്പാട്ട് ഒരു പാട്ടായിരുന്നു. എന്താണ് കുപ്പിപ്പാട്ടിൻ്റെ ഇതിവൃത്തം? എന്താണ് ഈ കുപ്പിപ്പാട്ടിൽ പറയുന്നത്? എന്താണ് ഈ കുപ്പിപ്പാട്ട് എന്ന് പറഞ്ഞാൽ? അതുപോലെ പക്ഷിപ്പാട്ട് എന്ന് പറഞ്ഞ് വേറൊരു പാട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തിരുവങ്ങാടിയിലും മലപ്പുറത്തൊക്കെ ഉള്ള ആളുകൾ എഴുതിയതാണ്, നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ കുടിലുകളിൽ പാടിയതാണ്. കുപ്പിപ്പാട്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെയും കുടുംബത്തെയും ഒക്കെ പരമാവധി ആക്ഷേപിക്കുന്ന പാട്ടുകൾ അതൊക്കെ. പക്ഷെ അതൊക്കെ നമ്മുടെ വല്ലുമ്മമാർ പാടി നടന്നതാണ്. ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് ഫാത്തിമ ബീവിയും വേറൊരാളും തമ്മിൽ സംസാരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് കേൾക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് വീട്ടിലേക്ക് വരുമ്പോൾ താനില്ലാത്ത അവസ്ഥയിൽ തൻ്റെ ഭാര്യയായ ഫാത്തിമ ബീവി വേറെ ആരുമായിട്ടോ റൂമിൻ്റെ അകത്ത് നിന്നിട്ട് സംസാരിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബിന് ദേഷ്യം പിടിച്ച് മടങ്ങിപ്പോയി. അപ്പോൾ എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത്? ആ വീട്ടിൽ നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ ഒരു വാൾ അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ വാളാണ് ഫാത്തിമ ബീവിയോട് സംസാരിക്കുന്നത്. എനിക്കൊരു രഹസ്യം പറയാനുണ്ട്, ആരോടത് പറയരുത്, അലി അറിയുമെന്നുള്ള പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാളാണ് യഥാർത്ഥത്തിൽ ഫാത്തിമ ബീവിയോട് സംസാരിക്കുന്നതെന്നാണ്. പക്ഷെ ഈ വാളാണ് സംസാരിക്കുന്ന അറിയാതെ വേറെ ഏതോ അന്യപുരുഷൻ്റെ ഉള്ളിൽ കയറിയതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് പിണങ്ങിപ്പോവാണ്.
അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ ഈ നീരസം തീർക്കാൻ നബി തീരുമാനിച്ച എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബിലാൽ മുഅദ്ദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാലെ, നീ ഒരു വിവാഹം കഴിക്കണം, ഒരു പതിവ്രതയായ പെണ്ണിനെ നീ വിവാഹം കഴിക്കണം. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ കുപ്പിപ്പാട്ടിൽ പറയാണ്, ഞാൻ പാട്ടൊന്നും പാടുന്നില്ല ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട്, കുപ്പിപ്പാട്ടിൽ പറയാണ്, ബിലാൽ ഇബ്നു മുഅദ്ദിൻ പറഞ്ഞു, നബിയെ, നല്ല പെണ്ണുങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കല്യാണം കഴിക്കുന്നില്ല. അപ്പോൾ നബി പറഞ്ഞു, അതൊന്നും പറ്റില്ല, നീ അന്വേഷിക്കുക, നല്ല ഒരു പതിവ്രതയെ വിവാഹം കഴിക്കുക. അങ്ങനെ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുന്നു. അങ്ങനെ കല്യാണം കഴിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു ആദ്യ രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് സുബഹിന് തന്നെ പള്ളിയിലേക്ക് പോരുമ്പോൾ ഈ പെണ്ണിന്, അഥവാ ബിലാൽ മുഅദ്ദിൻ വിവാഹം കഴിച്ച പെണ്ണിന് ഒരു ചാരനുണ്ടായിരുന്നു. അപ്പോൾ സുബഹി നിസ്കരിക്കാൻ വേണ്ടി ബിലാൽ മുഅദ്ദിൻ പള്ളിയിലേക്ക് വന്ന സമയത്ത് ആ തക്കത്തിന് ഈ ചാരൻ ബിലാൽ മുഅദ്ദിൻ്റെ വീട്ടിൽ കയറി. അങ്ങനെ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ കയറി, പ്രശ്നമായി, അത് പുറത്തെറിഞ്ഞു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് നബിയുടെ അടുക്കലേക്ക് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ പറഞ്ഞാണ് നിങ്ങളോട് വിവാഹം കഴിക്കുന്നില്ല, ഞാൻ കാര്യം നല്ല പെണ്ണുങ്ങളൊന്നും നാട്ടിലില്ലാത്തതുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്ന് ഞാൻ പരാതി പറഞ്ഞതാണ്, ഇപ്പോൾ ഇതിങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. അപ്പോൾ ഇത് സത്യമാണോ എന്ന് അറിയില്ല, ഇത് കരക്കമ്പി പോലെ ഇങ്ങനെ പരക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ ഈ കുപ്പി കൊണ്ടുപോയി കൊടുക്കുക, അവർ തെറ്റുകാരിയാണെങ്കിൽ ഈ കുപ്പി കയ്യിൽ ഒട്ടിപ്പിടിക്കും, അതായിരിക്കും സംഭവിക്കുക. അങ്ങനെ നബിയുടെ പേരക്കുട്ടിയിൽ ഒരാളാണെന്ന് തോന്നുന്ന ഒരു കുപ്പി കൊണ്ടുപോയി കൊടുക്കുകയാണ് ബിലാൽ മുഅദ്ദിൻ്റെ വീട്ടിലേക്ക്. ഇത് കൊണ്ടുപോയി കൊടുത്ത് ആ സ്ത്രീ ആ കുപ്പി എടുത്തോടുകൂടി കുപ്പി കയ്യിൽ ഒട്ടിപ്പോയി. ഈ ഒട്ടിയ കുപ്പി ഇനി പറിക്കണമെങ്കിൽ, ഊരിയെടുക്കണമെങ്കിൽ പതിവ്രതയായ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെണ്ണിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ആര് വന്നിട്ടും രക്ഷയില്ലെന്ന്, വരുന്നവരുടെയൊക്കെ കൈ കുപ്പിയിൽ ഒട്ടിപ്പോവാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമ ബീവി വന്നു. ആ ഫാത്തിമ ബീവിയാണ് ആ കുപ്പി അവിടെ നിന്ന് പറിച്ചെടുത്തത്. എന്ന് വെച്ചാൽ ഫാത്തിമ ബീവിയുടെ നിരപരാധിത്വമാണ് ഇവിടെ തെളിയിക്കേണ്ടത്. ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഇത് തെളിയിച്ചു വന്നപ്പോൾ ബാക്കിയുള്ള സഹാബികളുടെയൊക്കെ ഭാര്യമാർ ഏതാണ്ട് ഈ കുപ്പിയിലൊട്ടിയ ടൈപ്പായി മാറി എന്നുള്ളതാണ് കഥയിൽ, ഈ പാട്ടിൽ പറഞ്ഞു വെച്ചത്. ഇതാണ് കുപ്പിപ്പാട്ട്. അപ്പോൾ ഈ കുപ്പിപ്പാട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ വല്ലുമ്മമാർ വളരെ മഹത്വമായി, ഫാത്തിമ ബീവിയുടെ പോരിശയാണ്, അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ അവദാനങ്ങളാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പാടി നടന്നു. ഇതൊക്കെ കേരളത്തിൽ പോലും ഈ ഷിയാക്കൾ കൊണ്ടുവന്ന ഏർപ്പാടാണ്. നബിയുടെ മറ്റു സഹാബികളൊക്കെ അവരൊക്കെ ഇത്തരത്തിലുള്ള ഒരു അഴിഞ്ഞാട്ടക്കാരും, അതേ സമയത്ത് ഈ അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഇമാമുമാരെന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ മാത്രം പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യുന്ന ഏർപ്പാടുകൾ ഷിയായിസം രൂപപ്പെടുത്തിക്കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കുപ്പിപ്പാട്ട്. ഇതുപോലെ തന്നെയാണ് പക്ഷിപ്പാട്ട്. അതിൻ്റെ ഇതിവൃത്തപ്പെടുത്ത് പരിശോധിച്ച് നോക്കിയാലും നിങ്ങൾക്കറിയാം, മലയാളത്തിൽ തന്നെ മാപ്പിളപ്പാട്ട് എന്ന പേരിൽ അതിനെക്കുറിച്ചുള്ളൊരു പഠനം നടത്തിയൊരു പുസ്തകമുണ്ട്. വളരെ വിശദമായി അതിനകത്ത് ഈ കഥകളൊക്കെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. പഠനവും പാടവും, മാപ്പിളപ്പാട്ട് പഠനവും പാടവും എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ മലയാളത്തിൽ എഴുതപ്പെട്ട മാപ്പിളപ്പാട്ടുകളെ സംബന്ധിച്ചുള്ള പഠനങ്ങളിലൊക്കെ വളരെ കൃത്യമായി കാണാൻ കഴിയും കേരളത്തിൻ്റെ മണ്ണിൽ ഷിയാക്കൾ ഇത്തരം വിശ്വാസാചാരങ്ങളെ എങ്ങനെയാണ് ഈ ഉമ്മത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടത് എന്നുള്ളത്. അതിങ്ങനെ വളർന്നു വലുതായി. ഇത് കേരളത്തിലെ മാത്രം പ്രതിഭാസമല്ല. നേരത്തെ വിശദീകരിച്ച പോലെ ഇബ്നു ഖൽദൂൻ തൻ്റെ മുഖദ്ദിമ, മാനവ ചരിത്രത്തിന് ആമുഖം എഴുതിയ പുസ്തകത്തിൽ വളരെ വിശദമായി ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അഥവാ ഷിയാക്കളുടെ ഈ ചിന്താഗതികളെ പിൽക്കാലഘട്ടത്തിൽ സൂഫികൾ എന്ന് പറയുന്ന വിഭാഗം ഏറ്റെടുത്തതിനെ സംബന്ധിച്ച്, സൂഫി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ സൂഫി എന്ന വാക്ക് അറബി പോലുമല്ല. ഇത് എവിടുന്നാണ് കടന്നു വന്നത് എന്നുള്ളത് ചോദിച്ചാൽ വളരെ കൃത്യമായി കുശൈരിയെ പോലെയുള്ള സൂഫി സമൂഹത്തിന് അടിത്തറവാകിയ കുശൈരിയെ പോലെയുള്ള ആളുകൾ അവരുടെ റിസാലയിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഇത് 3 നൂറ്റാണ്ടിനു ശേഷം വന്നതാണ് ഈ സൂഫി എന്ന് പറയുന്ന പ്രയോഗം തന്നെ. ഇത് റിസാലയിൽ കുശൈരി തന്നെ രേഖപ്പെടുത്തി കാണാൻ കഴിയും. മാത്രമല്ല അദ്ദേഹം പറയുന്നത് സൂഫി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു അറബി വാക്കുപോലുമല്ല. ഇബ്നു ഖൽദൂൻ അത് രേഖപ്പെടുത്തുന്നുണ്ട്, എടുത്തുദ്ധരിക്കുന്നുണ്ട്. റിസാലയിൽ ഈ പറയുന്ന, അല്ലെങ്കിൽ കുശൈരി ഇമാം പറയുന്ന വാചകങ്ങളെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ആര്? ഇബ്നു ഖൽദൂൻ തന്റെ മുഖദ്ദിമയിൽ. എന്നിട്ട് പറയുന്നുണ്ട് എന്ത്? സൂഫി എന്ന് പറയുന്നത് ഒരു അറബി വാക്ക് പോലും അല്ല എന്നുള്ളത്. പക്ഷേ ഈ സൂഫി വാക്കുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ആശയങ്ങൾ എങ്ങനെയാണ് ഈ ഉമ്മത്തിലേക്ക് കടന്നു വന്നതെന്ന് ചോദിച്ചാൽ, ഈ പറയുന്നത് പോലെ ഹുലൂൽ ഇത്തിഹാദ്, അവതാര സങ്കല്പങ്ങളെപ്പോലും ഇസ്ലാമിൻ്റെ ലേബലിൽ കടത്തിക്കൊണ്ടുവന്നു. അവതാര സങ്കല്പങ്ങൾ പോലും
മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സന്യാസിമാർ അവർ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ആചാര്യന്മാർ എഴുതി പഠിപ്പിക്കുന്ന കാര്യങ്ങളെപ്പോലും ചിന്താഗതികളെപ്പോലും ഇസ്ലാമിൻ്റെ പേരിൽ അവതരിപ്പിച്ച് സൂഫികൾ കടത്തിക്കൊണ്ടുവന്നു. ഷിയായിസത്തിൻ്റെ സ്വാധീനത്തിലൂടെ ഹുലൂൽ ഇത്തിഹാദിൻ്റെ വാദങ്ങളെപ്പോലും കടത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത്തരം സൂഫി ചിന്തകളെയാണ് പിൽക്കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ചോദ്യം ചെയ്തത്. മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നതും മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ചോദ്യം ചെയ്തതും അഹ്ലുസുന്നയുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചതും ഇത്തരം സൂഫി ചിന്താഗതികൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ച ഷിയാ വിശ്വാസ ആചാര കർമ്മ മേഖലകളെയാണ് മുജാഹിദ് പ്രസ്ഥാനം ചോദ്യം ചെയ്തത്. അതിൻ്റെ പേരിലാണ് പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ക്രൂശിക്കപ്പെട്ടത്. മാത്രമല്ല, അതിന് പകരമായി സമസ്ത എന്ന് പറയുന്ന ഒരു സംഘം തന്നെ കേരളത്തിൽ രൂപപ്പെട്ടു വന്നത്. അവർ പോലും ഈ ഹുലൂൽ ഇത്തിഹാദ്, ഈ അവതാര സങ്കല്പത്തിൻ്റെ വാദഗതികളെ അവതരിപ്പിക്കുകയും അത് ഒരു സമൂഹം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. അത് കാര്യം സൂഫി തരീക്കത്തുകളുടെ ആചാര്യന്മാർ വളരെ കൃത്യമായി ഇത് പഠിപ്പിച്ചതാണ്. ഇന്നും സമസ്തയ്ക്ക് എതിർക്കാൻ കഴിയില്ല. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇന്നും പ്രചാരത്തിലുള്ള ഒരു തരീഖ്, ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് സമസ്തക്കാർക്കിടയിൽ പ്രചരിക്കുന്ന ഒരു തരീഖത്താണ് ഈ തീജാനി തരീഖത്ത്. ഇപ്പോൾ അത് കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആളുടെ പേരാണ് റഹ്മത്തുള്ള ഖാസിമി എന്ന് പറയുന്ന ആള്. അദ്ദേഹം അറിയപ്പെടുന്നത് ഇവിടുത്തെ സമസ്തയുടെ നേതാവായിക്കൊണ്ടാണ്. അദ്ദേഹം സമസ്തയുടെ ആളായി, സമസ്തയുടെ ആളായിക്കൊണ്ടാണ് ഇവിടെ അറിയപ്പെടുന്നത്. എന്നാൽ ഈ തീജാനി തരീഖത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം, ആ അടിസ്ഥാന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് ഈ അവതാര സങ്കല്പം. അതിൽ പറയുന്നത് കാണാൻ കഴിയും, ഇവിടെ വിഗ്രഹാരാധന എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്നാണ്. വിഗ്രഹാരാധന എന്ന് പറയുന്ന സംഗതിയില്ല. ഇനി ഒരാൾ വിഗ്രഹത്തെ ആരാധിക്കുന്നു വിചാരിക്കും, ഒരു ശിവനെ ആരാധിക്കുന്നു അല്ലെങ്കിൽ ഒരു ഗണപതി ആരാധിക്കുന്നുവെങ്കിൽ അതുപോലും അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അവരുടെ ഗ്രന്ഥങ്ങൾ, കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. വമിൻഹുമുൽ മുതവജ്ജിഹ ഇലൽ ഹദ്റത്തിൽ അലിയ മിൻ വറാഇ സിത്രിൽ കശീഫ്. ഒരു മറയുടെ പുറകിൽ നിന്നിട്ട്, ഒരു മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നവരുണ്ട്. അവർ അള്ളാഹുവിനെയാണ് ഇബാദത്ത് ചെയ്യുന്നത്. പക്ഷെ അവർ ആരാധിക്കുന്നത് മിൻ വറാഇ സിത്ർ, ഒരു മറയുടെ പുറകിൽ നിന്നിട്ടാണ്. ആരാണ് ഈ മറയുടെ പുറകിൽ നിന്ന് അള്ളാഹിനെ ആരാധിക്കുന്നത്? വഹും അബദത്തുൽ ഔസാൻ വമല്ലാഹാഹും, വിഗ്രഹാരാധകരും അവരെ പോലുള്ളവരും. അപ്പോൾ വിഗ്രഹാരാധകർ ഒരു മറയുടെ പിന്നിൽ നിന്നിട്ട് ആരെ ആരാധിക്കുന്നത്? അവർ മുന്നിലൊരു മറയുണ്ട്. ആ മറയെന്താ? വിഗ്രഹമാണ്. അവരല്ലാനെയാണ് ആരാധിക്കുന്നത്. ഇത് നമ്മൾ ഊഹിച്ചു പറയല്ല. ഫഇന്നഹും ഫീ തവജ്ജുഹിം ഇല ഇബാദത്തിൽ ഔസാൻ, അവർ യഥാർത്ഥത്തിൽ തിരിഞ്ഞത് വിഗ്രഹാരാധനയിലേക്കാണെങ്കിലും വമാ തവജ്ജഹു ലിഗൈരിൽ ഹഖ് സുബ്ഹാനഹു വതആല, അല്ലാഹുവിലേക്കല്ലാതെ അവരെന്തെടുക്കുന്നില്ല, തിരിയുന്നില്ല. വലാ അബ്ദു ഗൈറഹു, അല്ലാഹുവിനെ മാത്രമാണ് അവർ ആരാധിക്കുന്നത്. ആര്? ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നവരും വമാ അബ്ദു ഗൈറഹു, അല്ലാഹുവിനെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കുന്നില്ല. പക്ഷേ അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നത് എങ്ങനെയാണ്? അത് ഒരു വിഗ്രഹത്തെ വെച്ചൊരു മറയുടെ പുറകിൽ നിന്നുകൊണ്ടാണ്. അള്ളാഹു അവരിൽ തജല്ലിയാകുന്നതും വെളിവാകുന്നതും ഏത് രൂപത്തിലായിരിക്കും? ആ മറയുടെ പിന്നിൽ നിന്നായിരിക്കും അള്ളാഹു അവരിലും വെളിവാകുന്നത്. അപ്പോൾ ഇതാണ് അവതാര സങ്കല്പം. ഒരു വിഗ്രഹത്തെ ആരാധിച്ചാൽ അല്ലെങ്കിൽ കണ്ടത്തെ ആരാധിച്ചാൽ, ഏതൊരു വസ്തുവിനെ ആരാധിച്ചാലും അത് അള്ളാഹുവിനുള്ള, സാക്ഷാൽ ദൈവത്തിനുള്ള ആരാധനയാണ് എന്ന് പറയുന്ന ഈ അവതാര സങ്കല്പം യഥാർത്ഥത്തിൽ റഹ്മത്തുള്ള ഖാസിമി എന്ന് പറയുന്ന ആള് പ്രചരിപ്പിക്കുന്ന തീജാനി തരീഖത്ത്, ആ തീജാനി തരീഖത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഒരൊറ്റ സമസ്തക്കാരൻ്റെ കേരളത്തിൽ അത് ചോദ്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവർ വിചാരിക്കുന്നത് അവരറിയാത്തതുകൊണ്ടായിരിക്കും, അവർ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും എന്നാണ്. ഒരിക്കലല്ല. നമ്മൾ അമ്പലക്കടവ് ഫൈസിയുടെ വീട് മുറ്റത്ത് പോയിട്ട് ഇതേ കിതാബ് ഉയർത്തിക്കാട്ടി വെല്ലുവിളിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് നിഷേധിക്കാൻ കഴിയുമോ? ഇത് കിതാബിൽ ഇല്ലെന്ന് പറയാൻ കഴിയുമോ? എന്നാൽ ഈ വിശ്വാസമുള്ള തീജാനി തരീഖത്തുകാരൻ ഇപ്പൊ സമസ്തയിലുണ്ട്. അത് വളരെ കൃത്യമായി പ്രചരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, യഥാർത്ഥത്തിൽ സമസ്ത ഇവിടെ മുന്നോട്ട് വെച്ച ആശയങ്ങളെ പോലും, അതിനെതിരായ സങ്കല്പങ്ങൾ പോലും തീജാനിക്കാരെ പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് എതിർക്കാൻ കഴിയില്ല, അതിനെതിരെ സംസാരിക്കാൻ കഴിയില്ല. ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിൽ ഉണ്ടായ വലിയ വിവാദമായിരുന്നു നൂരിഷാ തരീഖത്ത്. ജാമിയ നൂരിയയുമായൊക്കെ ബന്ധപ്പെട്ട ഹൈദരാബാദുകാരനായ ഷെയ്ഖ് ഇവിടെ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച തരീഖത്ത്. ആ തരീഖത്തിനെതിരെ സമസ്ത നിലപാട് സ്വീകരിച്ചു. ആ തരീഖത്ത് പിഴച്ചാണെന്ന് പറഞ്ഞു. ആ തരീഖത്ത് പിഴച്ചതാണ് എന്ന് പറയാൻ കാരണമായി പറഞ്ഞ പല കാര്യങ്ങളിൽ ഒന്ന്, അവർ ദാത്ത് മഅയ്യത്തിൽ വിശ്വസിക്കുന്നു. അള്ളാഹുവിൻ്റെ ദാത്ത് നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നു.
അള്ളാഹുവിന്റെ സത്ത ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിനൊക്കെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി മറുപടി. അള്ളാഹിന്റെ സത്ത എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അള്ളാഹ് ഉണ്ട് എന്ന് പറയുന്ന വാദമാണ്. അത് വളരെ അപകടകരമായ വാദമാണ്. അബൂ ഹനീഫ ഇമാമിനെ പോലുള്ള ആളുകൾ വളരെ ഖണ്ഡിതമായി എതിർത്ത വാദമാണ്. നിങ്ങൾ ആലോചിക്കുക, എല്ലാം അള്ളാഹുവിലാണെങ്കിൽ നമ്മളിവിടെ മൂത്രമൊഴിക്കും, എവിടെ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യും? ആ എല്ലായിടത്തും അള്ളാഹ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ കാണയിലോ അഴുക്കുചാലിലോ? ഇങ്ങനെയൊക്കെ അബൂ ഹനീഫ ഇമാമിനെ പോലുള്ള ആളുകൾ മറുചോദ്യം ചോദിച്ച് പൊട്ടിച്ചു വിട്ട ഒരു വാദമാണിത്. അപ്പോൾ ദാത്ത് മഅയ്യത്ത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും ഉണ്ട്, അള്ളാഹുവിന്റെ സത്ത ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന വാദം അത് ഹൈദരാബാദുകാരൻ ഷെയ്ഖിനുള്ളത് കൊണ്ട് അത് കള്ളത്തരീക്കത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത നിലപാടെടുത്തു. എന്നാൽ ഈ തീജാനി തരീക്കത്തിന്റെ കിതാബ്, ആ കിതാബിൽ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ ദാത്ത് മഅയ്യത്ത് എന്നുള്ളത് നിഷേധിക്കാൻ കഴിയില്ല. വഅമ്മാ മഅയ്യത്തു ദാത്ത് ഫലാ തഖ്തസ്സു ബിനസ്രിൻ വലാ ഇസ്മ. അള്ളാഹുവിന്റെ മഅയ്യത്ത് അവന്റെ സഹായം ഉണ്ടാകും, അല്ലെങ്കിൽ അവന്റെ സുരക്ഷിതത്വം ഉണ്ടാകും എന്ന കാര്യത്തിൽ മാത്രം മുഖ്തസല്ല. വഹുവ മഅ കുല്ലി ശൈഇൻ അലാ അയ്യി ഹാലിൻ കാൻ. ഏത് സമയത്തും അള്ളാഹുവിന്റെ ദാത്ത് എല്ലാത്തിലും ഉണ്ട്. ഇതാണ് സർവ്വവ്യാപി എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ ദാത്ത് എല്ലാത്തിലുമുണ്ട്. എന്നിട്ട് പറയാണ് ദാലിക ശൈഉ മിൻ അദു ഔ ഹബീബ് ഔ ഖരീബ് ഔ ബഈദ്. ആ എല്ലാ വസ്തു എന്ന് പറഞ്ഞില്ല, അത് ശത്രുവായിരുന്നാലും മിത്രമായിരുന്നാലും അടുത്തതാണെങ്കിലും അകലെയാണെങ്കിലും എല്ലാത്തിലും അള്ളാഹുവിന്റെ ദാത്തുണ്ട്. ഇത് തിജാനി തരീഖത്തുകാരന്റെ കിതാബിൽ അടിസ്ഥാനപരമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെ സമസ്ത എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഈ സംഘത്തിന് ഇതിനെതിരെ സംസാരിക്കുവാനുള്ള ശക്തി ഇന്നുണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിത്തരം ഏത് പിഴച്ച വാദങ്ങൾ ഇവിടെ കടന്നു വന്നാലും അതിനെതിരെ സംസാരിക്കുവാൻ, അതിനെതിരെ ശബ്ദിക്കുവാൻ, അതിനെതിരെ പ്രതികരിക്കുവാൻ കഴിയുന്നതാണ്. കാരണം ഇതൊരു പുരോഹിത മതമല്ല. പുരോഹിതൻ പറയുന്നതനുസരിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കണം, അല്ലെങ്കിൽ ആ നിലവിൽ മുന്നോട്ട് പോകണം എന്ന് പറയുന്നൊരു സംഘമല്ല അഹ്ലുസുന്ന എന്നത്. നേരെ മറിച്ച് അത് വഹയിന്റെ അടിസ്ഥാനത്തിൽ സച്ചരിതരായ സലഫുകളുടെ നിലപാടുകളെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് സലഫി പ്രസ്ഥാനം എന്ന് പറയുന്നത്. മുൻഗാമികളുടെ വഴി സ്വീകരിക്കുന്നവർ എന്ന അർത്ഥത്തിൽ സലഫികൾ എന്ന് പറയുന്നത് ആ ഒരു നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും വലിയ കല്ലുകടിയായി, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നമായി സമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ പല നിലക്കും അതിൽ എത്രയോ പുസ്തകങ്ങളാണ് പുറത്തു വരുന്നത്, എത്രയെത്രയോ ലേഖനങ്ങളാണ് പുറത്തു വരുന്നത്, എത്രയെത്രയോ ഗവേഷണങ്ങളാണ് ഈ വിഷയത്തിൽ മാത്രം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കൊച്ചു സംഘം, ആ സംഘത്തെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ ഞങ്ങളുടേതായ അജണ്ടകൾ നടപ്പാക്കാൻ കഴിയൂ എന്ന് വളരെ കൃത്യമായി അറിയുന്നവരാണ് ഇവിടുത്തെ പുരോഹിത മതക്കാർ. അതുകൊണ്ടാണ് ഒരു നിലക്കും അവരെ അടുപ്പിക്കരുത്, അവരുമായി അടുക്കരുത് എന്ന രൂപത്തിൽ വളരെ ശക്തമായ പ്രചരണം നടത്തി മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ ആട്ടി അകറ്റുവാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വിശുദ്ധ ദീനിനൊരു പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ ദീനിനൊരു പ്രത്യേകതയുണ്ട്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. ഇതിനെ അണക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്, ഇതിനെ ഇല്ലാതാക്കാനാണ് എല്ലാവരും ശക്തമായി ഊതുന്നത്. അതാ ഖുർആൻ പറഞ്ഞത്, അവരെത്ര ശക്തമായി ഊതിയാലും അവരുടെ വായികൾ കൊണ്ട് യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ വായികൾ കൊണ്ട് ഈ ദിവ്യപ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വല്ലാഹു മുത്തിമ്മു നൂരിഹി, അവരെന്തെല്ലാം തരത്തിൽ ഏതെല്ലാം ഇടപെടലുകൾ നടത്തിയാലും അള്ളാഹു അവന്റെ ഈ പ്രകാശത്തെ, ദിവ്യപ്രകാശത്തെ പൂർത്തിയാക്കും. അതിനിപ്പോൾ നമ്മൾ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ വിചാരിക്കും നമ്മളുണ്ടെങ്കിലേ ഇതുണ്ടാവുള്ളൂ. ഇല്ല, അള്ളാഹു വേറൊരു കോമിനെ കൊണ്ടുവരും. നമ്മൾ മാറി നിന്നാൽ അള്ളാഹുവിന്റെ ദീൻ, ആ ദീൻ ഇവിടെ പൂർത്തിയാക്കാൻ അള്ളാഹു മറ്റൊരു ജനതയെ ഇവിടെ കൊണ്ടുവരും എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ സുന്നത്താണത്, റബ്ബിന്റെ നടപടിക്രമമാണത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പ്രബോധന ദൗത്യം നിർവഹിക്കാൻ ഒരു സംഘം ഏതു കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടാവും. കാര്യം ഇത് ലോകാവസാനം വരെ നിലനിൽക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നിർവഹിക്കുന്ന ദൗത്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ദൗത്യമാണത്. ദീനിന്റെ ഇഖാമത്താണ്, അള്ളാഹുവിന്റെ ദീൻ അതിനെ നിലനിർത്തുക എന്നുള്ള ഒരു വലിയ ബാധ്യതയാണ് യഥാർത്ഥത്തിൽ സലഫി സമൂഹത്തിന് ഇവിടെ നിർവഹിക്കാനുള്ളത്. പുതിയ ഗവേഷണങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് വഹിയുണ്ട്, വഹിയിന്റെ വിളംബരമുണ്ട്, അതിങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കും. ലോകാവസാനം വരെയുള്ള
ജനതയ്ക്ക് മുന്നിൽ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് പ്രകടമാക്കിക്കൊണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. കാര്യം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ലോകാവസാനം വരെ വരുന്ന സർവ്വ മനുഷ്യർക്കുമുള്ള റസൂലാണ്. അതുകൊണ്ട് ലോകാവസാനം വരെ വരുന്ന ജനതയ്ക്ക് മുഅ്ജിസത്തായി, അവർക്കുള്ള ദൃഷ്ടാന്തമായി അത്ഭുതങ്ങൾ കാട്ടി വിശുദ്ധ ഖുർആനും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും ഇവിടെ നിലനിൽക്കും. അതിൻ്റെ സാക്ഷികളായി ആകാശത്തിന് നക്ഷത്രങ്ങൾ സുരക്ഷിതത്വമായി ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ജീവിതം പ്രകാശം നിറച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രകാശം പൊഴിച്ചുകൊണ്ട് ഈ ലോകത്ത് നിലനിൽക്കും ലോകാവസാനം വരെ. ആ വെളിച്ചത്തിൽ നടക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ ഇരുട്ടില്ല, അവിടെ അന്ധകാരങ്ങളില്ല. അതാ റസൂല് പറഞ്ഞത്, തറത്തുക്കും അലാ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ. നബിയുടെ വിശദീകരണം ആ ഒറ്റ വാചകം മതി. പ്രവാചകൻ പറഞ്ഞു, തീർച്ചയായും നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നത് തെളിച്ചമുള്ളൊരു വഴിയിലാണ്, തെളിമയാർന്നൊരു മാർഗത്തിലാണ്. ലൈലുഹാ കനഹാരിഹ, അതിൻ്റെ രാത്രിയും പകൽ പോലെ പ്രകാശപൂരിതമാണ്. രാത്രിയില്ല അവിടെ എന്ന് എൻ്റെ അർത്ഥം. പാതിരാത്രി എന്ന് പറഞ്ഞാലും അത് പ്രകാശപൂരിതമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൽ പറഞ്ഞത്. അല്ലാഹു നൂറുസ്സമാവാതി വൽ അർള് എന്ന ആയത്തുണ്ടല്ലോ, ആയത്തിൽ പറഞ്ഞത് ഇതിൻ്റെ എണ്ണ പോലും പ്രകാശിക്കും. ഇതൊരു വിളക്കാണ്, ഇതൊരു വിളക്ക് മാടത്തിലെ വിളക്കാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് എന്താണ്? ഇതിനൊരു എണ്ണയുണ്ട്, ഈ എണ്ണ കൊണ്ടാണ് ഈ വിളക്ക് പ്രകാശിക്കുന്നത്. ആ എണ്ണയുടെ പ്രത്യേകത പോലും, എണ്ണ പോലും പ്രകാശിക്കും. അതാ നൂറുനാലാ നൂർ, പ്രകാശത്തിനു മേൽ പ്രകാശം എന്ന് പറഞ്ഞു. അപ്പോൾ ഇരുട്ടില്ലാത്ത തെളിമയാർന്ന വെളിച്ചമാർന്ന ഈ വഴിയിൽ ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ആ ദൗത്യം കണ്ടറിഞ്ഞുകൊണ്ട് എല്ലാ ഇരുളുകൾക്കുമെതിരെ, എല്ലാ ശിർക്ക് ബിദ്അത്തുകൾക്കുമെതിരെ ശക്തിയുക്തം പോരാടുകയും യഥാർത്ഥ ദീനിന്റെ സുന്ദരമായ വഴി സമൂഹത്തിന് ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.